നമസ്കാരം. ഇറാനിൽ കനത്ത ബോംബാക്രമണത്തിലൂടെ സൗദി അറേബ്യ വലിയ പ്രഹരം നൽകിയതായി റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനിടെ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് സൗദി അറേബ്യൻ വ്യോമസേന ഇറാനിൽ ആക്രമണം നടത്തിയത്. സൗദിക്കൊപ്പം UAEയും ഇറാനിൽ ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. റിയാദ് ഇറാനെ നേരിട്ട് സൈനികമായി ലക്ഷ്യമിട്ടതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ആരംഭിച്ച സംഘർഷത്തിൻ്റെ തുടർച്ചയായാണ് ഈ ആക്രമണങ്ങളും ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. അതിനുശേഷം ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. മാർച്ച് അവസാനത്തെ സംഘർഷത്തിന് ശേഷം സൗദി അറേബ്യക്കെതിരായുള്ള ഇറാനിയൻ ആക്രമണങ്ങൾ കുത്തനെ കുറഞ്ഞിരുന്നു. സൈനിക സ്ഥാപനങ്ങൾ, വിമാനത്താവളങ്ങൾ, എണ്ണ കമ്പനികൾ എന്നിവ ആക്രമിക്കുകയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സൗദി അറേബ്യ നയതന്ത്ര മാർഗങ്ങളിലൂടെ ടെഹ്റാനെ ആക്രമണങ്ങളെക്കുറിച്ച് അറിയിച്ചതായും ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ കൂടുതൽ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ചർച്ചകൾ നടന്നു. ഇതിനുശേഷമാണ് സംഘർഷം ലഘൂകരിച്ചത്. സംഘർഷം രൂക്ഷമായപ്പോഴും സൗദി ഇറാൻ ചർച്ചകൾ നടന്നിട്ടുണ്ട്. 2023-ൽ ചൈനയുടെ മധ്യസ്ഥതയിലുള്ള ഒരു കരാർ പ്രകാരമാണ് ഇറാനും സൗദിയും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ടായത്. ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന് കുറവ് വന്നിട്ടില്ല. അമേരിക്ക ഇറാനുമായി തൽക്കാലം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു സ്ഥിരതയുമില്ല. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ഇപ്പോഴും തുടരുകയാണ്. ഇറാനും US-ഉം തമ്മിലുള്ള സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിനിടെ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇറാൻ ആണവ പരിപാടി നിർത്തലാക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ യുദ്ധത്തിലെ നഷ്ടപരിഹാരം, തുറമുഖങ്ങൾക്ക് നേരെയുള്ള US നാവിക ഉപരോധം അവസാനിപ്പിക്കൽ, ശാശ്വതമായ വെടിനിർത്തൽ എന്നിവയ്ക്കുള്ള ആവശ്യമാണ് ഇറാൻ ഉന്നയിച്ചത്. ചർച്ചകൾ തുടരുന്നുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. ലോകത്ത് ഇപ്പോഴും ക്രൂഡ് ഓയിൽ ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം നിലച്ചാൽ മാത്രമേ എണ്ണ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അത് എപ്പോൾ തീരും എന്നതിന് ഇപ്പോഴും ഉത്തരമായിട്ടുമില്ല.